ഭഗവാൻ ശ്രീരാമൻ സൂര്യദേവൻ ഉപാസന നടത്തിയ സ്ഥലമാണ് സൂരജ് കുണ്ഡ്. അയോധ്യയിലെ സൂരജ് കുണ്ഡിൽ നിന്നുള്ള റിപ്പോർട്ട് കാണാം. ഞാനിപ്പോൾ ഉള്ളത് അയോധ്യയിലെ സൂരജ് കുണ്ഡിലാണ്. ശ്രീരാമ ജന്മഭൂമി സ്ഥിതി ചെയ്യുന്ന അയോധ്യ നഗരത്തിൽ നിന്നും 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ സൂരജ് കുണ്ഡിലെത്താം. സൂരജ് കുണ്ഡിന്റെ ഏറ്റവും വലിയ സവിശേഷത ഇവിടെയാണ് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് സൂര്യക്ഷേത്രം. ഭഗവാൻ ശ്രീരാമന്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ് ഈ സൂര്യക്ഷേത്രം എന്നാണ് വിശ്വാസം. ഈ സ്ഥലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐതിഹ്യം എന്നത് നമുക്കറിയാം, ഭഗവാൻ ശ്രീരാമൻ ജനിച്ചത് സൂര്യവംശത്തിലാണ്. അതിനാൽ സൂര്യവംശത്തിൽ ജനിച്ച ശ്രീരാമൻ സൂര്യ ഉപാസന നടത്തിയിരുന്നു എന്നാണ് ഹൈന്ദവ വിശ്വാസം. അതിനാൽ തന്നെ അദ്ദേഹം ആ കാലഘട്ടത്തിൽ നിർമ്മിച്ച സൂര്യക്ഷേത്രമാണ് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഒപ്പം സൂര്യക്ഷേത്രത്തിന്റെ തൊട്ട് മുൻപിലായി വിശാലമായ ഒരു കുളം നമുക്ക് കാണാൻ സാധിക്കും. ഈ കുളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്നത് ഈ കുളത്തിന്റെ തീരത്ത് നിന്നാണ് ഭഗവാൻ ശ്രീരാമൻ സൂര്യ ഉപാസന നിത്യേന നടത്തിയിരുന്നത് എന്ന് ഹൈന്ദവർ വിശ്വസിക്കുന്നു. സ്വാഭാവികമായും ഇതൊരു പുണ്യസ്ഥലമായി അയോധ്യയിലെത്തുന്ന രാമഭക്തർ കാണുന്നു. അതിനാൽ ഈ കുളവും ഇവിടെ സ്നാനം ചെയ്യുന്നതിനായും അതോടൊപ്പം തന്നെ ഈ കുളത്തിന് അരികത്തായുള്ള ഈ ക്ഷേത്രത്തിലെത്തി സൂര്യഭഗവാനെ ദർശിക്കുന്നതിനും വേണ്ടി ആയിരക്കണക്കിന് തീർത്ഥാടകർ ഇപ്പോൾ സൂരജ് കുണ്ഡിലേക്കും എത്തുകയാണ്. നമുക്കറിയാം, 22-ന് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോകുന്നു. അതിനാൽ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രാമഭക്തർ ഇപ്പോൾ അയോധ്യയിലെ രാമജന്മഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. അവിടെ എത്തുന്ന രാമഭക്തരെല്ലാം സൂര്യഭഗവാനെ ശ്രീരാമൻ ഉപാസന നടത്തിയിരുന്ന ഈ സൂരജ് കുണ്ട് എന്ന പുണ്യഭൂമിയിലേക്കും ഇപ്പോൾ എത്തുകയാണ്. അയോധ്യയിലെ സൂരജ് കുണ്ടിൽ നിന്ന് വിവേക് നേമത്തിനൊപ്പം ഗൗതം അനന്തനാരായണൻ.